MS അനീഷ് കുമാർ വിവരങ്ങൾ നൽകിക്കൊണ്ട് ഇപ്പോൾ ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ നമുക്കൊപ്പം ചേരുകയാണ്. ഗുഡ് മോർണിംഗ് മാം. നമ്മൾ ഈ കൂടുതൽ നടപടികളിലേക്ക് കടക്കുകയാണ്. മുകേഷ് MLA-ക്കെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. എറണാകുളം സ്വദേശിയായ നടി നൽകിയ പരാതിയിലാണ് മരട് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഇന്നലെ മണിക്കൂറുകൾ നീണ്ട മൊഴിയെടുപ്പിന് ശേഷമാണ്, വിശദമായി മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷമാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. താങ്കളുടെ പ്രതികരണം? തീർച്ചയായിട്ടും മുകേഷിനെതിരെ കേസെടുക്കാതെ തരമില്ല എന്നുള്ളത് ഞങ്ങൾ ഇന്നലെയൊക്കെ ആയിട്ട് 2 ദിവസം കൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് കൃത്യമായിട്ട് പരാതിക്കാരി മുകേഷിനെ എതിരെയുള്ള ആരോപണങ്ങൾ, അതിന്റെ സംഭവ കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ വിശദീകരിച്ച് മുന്നോട്ട് പോകുമ്പോഴും അത് പോലീസിന് മുന്നിൽ കൃത്യമായ മൊഴി നൽകുമ്പോഴും മുകേഷ് തന്നെ അതൊരു പടച്ചട്ട ഉണ്ടാക്കി അതിനെ കൃത്യമായി പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കഠിനാധ്വാനം ചെയ്യുന്നതൊക്കെ നമ്മൾ 2 ദിവസമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോ ഇതിനകത്ത് തീർച്ചയായിട്ടും മുകേഷിനെതിരെയുള്ള കേസ് എടുത്തു എന്നുള്ളത് അതൊരു സ്വാഭാവിക നടപടിയാണ്, അതല്ലാതെ മറ്റു മാർഗമില്ല. പിന്നെ ഒരു കാരണവശാലും മുകേഷ് ഈ ജനപ്രതിനിധിയായിട്ട് ഇനി ഒരു നിമിഷം പോലും തുടർന്നുകൂടാ എന്നുള്ളതാണ് നമുക്ക് അതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അഭിപ്രായം. കാരണം അവിടെ തുടരെ ഇത്തരത്തിലുള്ള ലൈംഗികമായിട്ടുള്ള ആരോപണങ്ങൾ നേരിടുന്ന കേരളത്തിലെ ആദ്യത്തെ ജനപ്രതിനിധിയാണത്. അപ്പോ ഇത് കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ കണ്ടു. ഇത് ഈ മന്ത്രിസഭയിലെ ഒരംഗമായിട്ടുള്ള വീണ ജോർജിനോട് ഒരു സ്ത്രീ, ഒരു നടി, ഞാൻ അവരുടെ ബന്ധങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും പറയുന്നില്ല, അവര് പോലും എത്ര അപമാനകരമായിട്ടുള്ള, എത്ര സങ്കടകരമായിട്ട് കരഞ്ഞുകൊണ്ടാണ് ഈ മുകേഷിനെതിരെയുള്ള ഒരു ഇന്റർവ്യൂവിൽ തന്നെ അവർ പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ മുകേഷ് തീർച്ചയായിട്ടും ശ്രമിച്ചത് CPM-ന്റെ പടച്ചട്ട അണിഞ്ഞുകൊണ്ട് ഇതിനകത്ത് രക്ഷപ്പെടാൻ നോക്കി. അതുപോലെ ബാലിശമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പരാതിക്കാരിയെ മോശപ്പെടുത്തുന്ന രീതിയിലുള്ള കമന്റുകൾ മുകേഷ് നൽകി. അതുപോലെ തന്നെ മുകേഷിന് ഓർമ്മയില്ല എന്ന് പറഞ്ഞുകൊണ്ട് കേൾക്കുന്നുണ്ട് മാം, പറഞ്ഞോളൂ. ഓർമ്മയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കി. ഇതൊക്കെ ഒരു മുകേഷിന്റെ ചില പൊതുന്യായങ്ങൾ മാത്രമായിരുന്നു എന്നത് നമുക്ക് തെളിയിക്കാൻ കഴിഞ്ഞു. ഇത് ഒരെണ്ണമല്ല, ഇനിയും തുടരെ വരാൻ പോകുന്നു. ഇതിനകത്ത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള ഗവൺമെന്റ് മറച്ചു വെച്ചിരിക്കുന്ന കടലാസുകൾ 11 ഖണ്ഡികകൾ കൂടി പുറത്തുവിടണമെന്നുള്ള ആവശ്യം കൂടി ഞാനിപ്പോ രാവിലെ ന്യൂസ് 8-നോട് ഉന്നയിക്കുകയാണ്. കാരണം ആ ഖണ്ഡികകളിലും ഇവരുടെയൊക്കെ പേരുണ്ടോ എന്നുള്ള ബലമായ സംശയം ഞങ്ങൾക്കൊക്കെ ഉണ്ട്. കാരണം എന്തുകൊണ്ടാണ് ഇഷ്ടക്കാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി മാത്രമാണ് അധികാരമില്ലാത്തൊരു കാര്യം സർക്കാർ ചെയ്തിരിക്കുന്നത്. സർക്കാർ ആ പേജുകൾ കൂടി പുറത്തുവിടണം. അതിനകത്ത് വന്നിരിക്കുന്ന മൊഴികൾ എന്താണ് എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. അതിനകത്തും ഈ മുകേഷ് അടക്കമുള്ള CPM-വുമായി ബന്ധപ്പെട്ട ആളുകളുടെ പേരതിനകത്തുണ്ട്, സർക്കാരിന്റെ ഇഷ്ടക്കാരായിട്ടുള്ളവരുടെ പേരതിനകത്തുണ്ട് എന്നുള്ള ബലമായ സംശയം പൊതുസമൂഹത്തിന്റെ മുന്നിലുണ്ട്. രഞ്ജിത്തിനെ തന്നെ നമ്മൾ കണ്ടതാണല്ലോ. രഞ്ജിത്തിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി സാംസ്കാരിക വകുപ്പ് മന്ത്രി നടത്തിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ്. അവിടെയും ഇന്നലെ വീണ്ടും പരാതി വരുമ്പോൾ ഏത് രീതിയിലാണ് ആ കേസുകൾ മുന്നോട്ട് പോകുന്നത്? അപ്പൊ സർക്കാർ പരമാവധി ഇത്തരക്കാരെ സംരക്ഷിക്കുന്ന നിലയിലുള്ള നിലപാടുകളുമായി മുന്നോട്ട് പോകുന്നു. സ്ത്രീ സുരക്ഷ എന്ന് പറയുന്നത് കേവലം വോട്ട് തേടുന്നതിന് വേണ്ടിയിട്ടുള്ള വെറും ഒരു സ്റ്റണ്ട് മാത്രമാണ് എന്ന് ഈ നടപടികളിലൂടെ നമ്മൾ ബോധ്യപ്പെടുകയാണ്. ഇത് സ്വാഭാവികമായ ഒരു രാഷ്ട്രീയമായുള്ള ആയുധമായി നിങ്ങൾ ഉപയോഗിക്കുന്നു എന്നുള്ളൊക്കെയുള്ള ഒരു ആരോപണം വരുമല്ലോ. നേരത്തെ എൽദോസ് കുന്നപ്പള്ളിനും M. വിൻസെന്റിനും ഒക്കെ ഇത്തരത്തിലുള്ള പരാതികൾ വന്നപ്പോൾ അവരൊന്നും സ്ഥാനം ഒഴിഞ്ഞില്ലല്ലോ എന്നുള്ള ചോദ്യം ഉണ്ടാകാം. ഷാനിമോൾ ഉസ്മാൻ, ഒരു കാര്യം പറയട്ടെ, ഇതിനകത്ത് മറ്റെന്തെങ്കിലുമായിട്ട് താരതമ്യം ചെയ്ത് ഇതിന്റെ പ്രാധാന്യം കളയുന്നതിന് വേണ്ടി CPM ശരിക്കും ശ്രമിക്കുന്നത് ശരിയല്ല. ഇതിനകത്ത് ഒരു സംശയം വേണ്ട, തുടരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ നേരിടുന്ന കേരളത്തിലെ ഏറ്റവും ആദ്യത്തെ ജനപ്രതിനിധിയാണ് എന്ന് പറയുമ്പോഴേ അതിനപ്പുറം പിന്നെ അതിനകത്ത് വേറെ ചോദ്യങ്ങളുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. ഏതെങ്കിലുമൊക്കെ കാര്യം പറഞ്ഞ് ന്യായീകരിച്ച് മുകേഷിനെ ന്യായീകരിച്ചുകൊണ്ടും ഇടതുപക്ഷ മുന്നണിയെ ന്യായീകരിച്ചുകൊണ്ടും മുന്നോട്ട് പോകുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളെ തന്നെ തകർക്കുന്ന തരത്തിലുള്ള കാര്യമാണ്. എന്തൊക്കെ വിഷയമുണ്ടായിട്ടുണ്ടോ ആ വിഷയങ്ങളിലൊക്കെ തന്നെ കാലാകാലങ്ങളിൽ ഇവിടെ ചർച്ചകൾ നടന്നിട്ടുണ്ട്, അതിനകത്തുള്ള പ്രതിഷേധങ്ങളും ഒക്കെ നടന്നിട്ടുണ്ട്. ഒരിക്കലും സ്ത്രീ പീഡനത്തെ ഒരു കാരണവശാലും ഞങ്ങൾ ന്യായീകരിക്കില്ല. കൊല്ലത്തിന്റെ ജനപ്രതിനിധിയായിരിക്കാൻ ഒരു തരത്തിലും യോഗ്യതയില്ലാത്ത മുകേഷ് രാജിവെക്കുക എന്നുള്ളത് മാത്രമാണ് മുകേഷിന്റെ മുന്നിലുള്ള പോംവഴി. മാം, അതുപോലെ തന്നെ ഈ കമ്മിറ്റി റിപ്പോർട്ട് വിഷയത്തിൽ കോൺഗ്രസ് പ്രതിഷേധ നടപടികൾ സ്വീകരിക്കുമെന്നും അല്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കുമെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ എങ്ങനെയാണ് തുടർ നടപടികൾ? തുടർ നടപടികൾ എന്ന് പറയുന്നത് ഞങ്ങള് സ്വാഭാവികമായിട്ടും സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി
ഉള്ള കാര്യങ്ങൾക്ക് എല്ലാ കാലത്തും സമരരംഗത്ത് തന്നെയുള്ള ഒരു പ്രസ്ഥാനമാണ്. ഇന്നും ഞങ്ങളുടെ കളക്ടറേറ്റ് എല്ലാ ജില്ലാ ആസ്ഥാനങ്ങൾക്ക് മുന്നിലും കോൺഗ്രസിന്റെ വലിയ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അത് തന്നെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനകത്ത് പറയുന്ന രീതിയിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ശുപാർശകൾ നടപ്പിലാക്കണമെന്നും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ആളുകളെ സംരക്ഷിക്കുന്ന CPM-ന്റെ നിലപാട് ശരിയല്ല എന്നുള്ളത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടും ഇവിടെ സിനിമ ഇൻഡസ്ട്രി ഇവിടെ കൃത്യമായി മുന്നോട്ട് പോകണമെന്നും പെൺകുട്ടികൾ ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്ന ഈ മേഖലയെ നവീകരിക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്ന ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പകുതി ഭാഗം 11 ഖണ്ഡിക പൂഴ്ത്തിവെച്ചുകൊണ്ടുള്ള സർക്കാരിന്റെ നിലപാട് ശരിയല്ലെന്നും ആ മന്ത്രി സജി ചെറിയാൻ പല തവണ മലക്കം മറിഞ്ഞ് രഞ്ജിത്തിനെ അടക്കം സംരക്ഷിക്കുന്ന രംഗത്ത് വന്ന മന്ത്രി സജി ചെറിയാൻ രാജിവെക്കണമെന്നും വീണ ജോർജ് ഇത്രയേറെ കാര്യങ്ങൾ ഒരു സ്ത്രീ വന്ന് മുന്നിൽ പറഞ്ഞത് അവര് ഇന്ത്യ വിഷന്റെ ഇന്ത്യ വിഷൻ ജോലി ചെയ്യുന്ന സമയത്താണ് ഇന്റർവ്യൂ നടത്തിയൊക്കെ പബ്ലിക് ഡൊമൈനിൽ കിടക്കുകയാണ്. ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് മൗനം പാലിക്കുന്നു എന്നുള്ളതും അടക്കം സൂചിപ്പിച്ചുകൊണ്ടുള്ള സമരപരിപാടികളിലേക്ക് ഞങ്ങൾ പോകുന്നു. ഇന്നലെയും മുകേഷ് രാജിവെക്കണമെന്നുള്ളത് കൊല്ലത്തിന്റെ ഒരു പ്രധാന ആവശ്യമായി ഉയർന്നിട്ടുണ്ട്. ഞാനും ഇന്നലെ കൊല്ലത്തെ ഒരു സമരപരിപാടിയിൽ പങ്കെടുത്തതാണ്. മുകേഷ് ഒരു നിമിഷം പോലും ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല എന്നുള്ളത് ആവർത്തിച്ച് പറയാനായിട്ട് ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. ഞങ്ങൾ സമരപരിപാടികൾ തന്നെയാണ്. തീക്ഷ്ണമായ സമരങ്ങളുമായി മുന്നോട്ട് പോകേണ്ടി വരുന്നത് ഈ സർക്കാരിന്റെ പിടിപ്പുകേട് കൊണ്ടാണ് എന്നുള്ളത് കൂടി ഓർമ്മപ്പെടുത്തട്ടെ. ശരി, വളരെയധികം നന്ദി ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ ഞങ്ങളോട് ഈ സമയത്ത് പ്രതികരിച്ചതിന്. എന്തായാലും കൂടുതൽ പ്രതിഷേധ പരിപാടികളുമായി അവർ മുന്നോട്ട് പോവുകയാണ്. രാഷ്ട്രീയത്തിനപ്പുറം അത് സ്ത്രീ വിഷയമായി തന്നെ കാണുന്നു കോൺഗ്രസ് എന്ന രീതിയിലാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ഇപ്പോൾ നമുക്ക് ബിന്ദു കൃഷ്ണ കൂടി ചേരുന്നുണ്ട്. ശ്രീമതി ബിന്ദു കൃഷ്ണ, വെരി ഗുഡ് മോർണിംഗ്. പക്ഷെ നല്ല വാർത്തകളല്ല നമുക്ക് എപ്പോഴും ഓരോ ദിവസവും രാവിലെ വരുമ്പോൾ പുതിയ പുതിയ ആരോപണങ്ങൾ, വെളിപ്പെടുത്തലുകൾ, അതിനപ്പുറത്തേക്ക് അത്